നന്നാവത്തില്ല എന്ന് പേപ്പറിനകത്ത് എഴുതി വെച്ചാൽ പിന്നെ അവനെ എങ്ങനെ നന്നാക്കും? നന്നാക്കണമെങ്കിൽ ആദ്യം നന്നാവേണ്ടവൻ ആരാണോ അവനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ നന്നാവണം. എപ്പോൾ ചോദിച്ചാലും പറയും, അയ്യോ ഞാനൊരു ഭാഗ്യമില്ലാത്തതാണോ, ഞാനൊരു ഭാഗ്യമില്ല. ഇല്ല, എനിക്ക് ആർക്കാടോ ഭാഗ്യമില്ലാത്ത മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. കഴിഞ്ഞ കൊറോണയുടെ സീസണിൽ 3.3 മില്യൺ ആൾക്കാർ, 34 ദശലക്ഷം ആൾക്കാർ മരിച്ചു വീണ സമയത്ത് അതിലൊരാളായിരുന്നു നിങ്ങൾ. ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമായിരുന്നു. കോടിക്കണക്കിന് രൂപയുള്ളവർ 5 പൈസ ഇല്ലാതെ റോഡ് സൈഡിൽ തെണ്ടിത്തിരിഞ്ഞ് ഒരു വഴിയുമില്ലാതെ പിശയെടുത്ത് കിടക്കുന്ന ആൾക്കാർ, ചാക്കിനകത്ത് കെട്ടി പൊതിഞ്ഞു കെട്ടി വലിച്ചു വാരിയിട്ട് കത്തിച്ച് കളഞ്ഞിരുന്ന ആൾക്കാർ. ഇതിൽ ഒരാളാണോ നിങ്ങൾ? അല്ല. അപ്പോൾ നിങ്ങളാണ് ലക്കിയർ, നിങ്ങളാണ് ലക്കിയസ്റ്റ് മാൻ ഓഫ് ദ വേൾഡ്. അപ്പോൾ നിങ്ങൾ പകരം കാര്യങ്ങൾക്ക് പകരം കാരണങ്ങളെ കണ്ടെത്തി, കാരണങ്ങളെ ചൂസ് ചെയ്ത് ഒരു കാരണവുമില്ലാതെ കാരണമില്ലായ്മ ഇതൊക്കെ കണ്ടെത്തുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് കിട്ടിയ ഏണിങ്സ് എന്താണ്? എനിക്ക് കിട്ടിയ ഏണിങ് 10 രൂപയുടെ ഏണിങ്ങാണ് കിട്ടിയത്. പകരം എനിക്ക് നഷ്ടപ്പെട്ടു പോയ 2 രൂപയും ആലോചിച്ചു ജീവിതം മുഴുവനും നടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു കുടുംബ കോടതിയിലോട്ട് നിങ്ങൾ പോയി കയറി നോക്കി. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ കഥകൾ മാത്രമേ കേൾക്കുള്ളൂ. ലാഭങ്ങളുടെ ഏതെങ്കിലും ഒരു കഥ നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് പ്രശ്നം? ലാഭങ്ങളുടെ കഥകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. നഷ്ടങ്ങളുടെ കഥകൾ മാത്രമേ നിങ്ങൾ എഴുതി വെക്കുന്നുള്ളൂ. നിങ്ങൾ റോഡിൽ നിന്നിട്ട് കൈ കാണിക്കുകയാണ്, ബസ് വരുന്നു നോക്കി വയ്ക്കുകയാണ്. ഇവിടെ പനമ്പറ്റയിൽ നിന്ന് ഇങ്ങോട്ട് പോവുക, മാർജിൻ ഫ്രീ മെഡിക്കൽ സ്റ്റോറിൽ വന്നതാണ്. അവിടുന്ന് പനമ്പറ്റയ്ക്ക് ഇന്ന് പത്തനാപുരത്തിന് ബസ് പോവുക. ഈ ബസ്സൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. അപ്പം നിങ്ങൾ ആലോചിക്കുകയാണ്, അയ്യോ ഞാനൊരു മോശപ്പെട്ടവനായതുകൊണ്ടും ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആസ്ട്രോളജിക്കൽ സൈനിൽ കിടക്കുകയാണ്. നിങ്ങളുടെ യാത്രയിൽ നഷ്ടങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. ഈ തടസ്സങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതും ഇതൊക്കെ നിങ്ങളുടെ ചിന്താധാരണ മാത്രമാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവത്തിന് അതൊരിക്കലും ഉണ്ടാക്കി തരാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിലെ ദൈവികത എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അത് നിങ്ങൾക്കുള്ളിലുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 2, നമ്മൾ അഡ്വൈസ് ചെയ്യാൻ എത്രയോ ഈസിയാണ്. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് അഡ്വൈസ് ചെയ്യുക, നിങ്ങളെല്ലാവരും ഇവിടെ ഓടി വരും, ഞാൻ നന്നാക്കി തരാമെന്ന് പറയുന്നു. ഈ നന്നാക്കി തരാമെന്ന് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളിത് കേട്ടതിന് ശേഷം എൻ്റെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഉണ്ടാകുന്നത് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ബോഡിയിൽ തലച്ചോറിലുണ്ടാകത്തുള്ളൂ. അതിന് പകരം നിങ്ങളെന്താ ചെയ്യേണ്ടത്? എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ ഏൺ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുക. നടക്കുമോ ഇല്ലയോ അത് പിന്നത്തെ കാര്യമോ. നടന്നില്ലേ വേണ്ടെന്നേ, പുല്ല് പോട്ടെന്നേ, 1 രൂപയുടെ കാര്യമല്ലേ. ഞാൻ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് തരാം. 1 രൂപയുടെ പേപ്പറും 50 പൈസയുടെ റീഫില്ലറും അതല്ലേ. അപ്പം നിങ്ങളതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെക്കുക. എൻ്റെ ലൈഫ് അച്ചീവ്മെൻറ്റ് അടുത്ത 1 മാസത്തേക്ക് എനിക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണ്, അടുത്ത 2 മാസത്തേക്ക് എനിക്ക് ഇതാണ്, ഈ വർഷം എനിക്ക് സാധിക്കേണ്ടത് ഇന്നതാണ് എന്ന് എഴുതി വെച്ച് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരുത്തനെ ലോകത്ത് ഈ പറയുന്ന ഒരു ദൈവം തമ്പുരാനും ഒരു ലൂസിഫറിനും തോപ്പിക്കാൻ പറ്റത്തില്ലെന്നേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയും. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യും. തെറ്റാണെങ്കിൽ പൂരത്തര വിളിച്ചോ, താഴെ കമൻറ്റ് ഇട്ടോ. ഓക്കെ.